നമസ്കാരം. കളിച്ച 2 മത്സരങ്ങളും ജയിച്ചു നിൽക്കുന്ന ഡൽഹി ക്യാപിറ്റൽസും അതുപോലെ തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സും നാളെ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ്. ഹിസ്റ്ററി ഡൽഹിക്ക് അനുകൂലം അല്ലെങ്കിൽ പോലും ഈ വർഷത്തെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഡൽഹി നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ടീം നല്ല ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ ചെന്നൈയിലെ കണ്ടീഷൻസ് വെച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടീമിൽ നല്ല സ്പിന്ന് കളിക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. KL രാഹുലുണ്ട്, അക്സർ പട്ടേലുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയുടെ കണ്ടീഷൻസ് നന്നായിട്ട് അറിയാവുന്ന ഫാഫ് ഡുപ്ലിസിസ് ഉണ്ട്. ഇനി ബോളിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ ചേരുന്ന ടോപ്പ് ക്വാളിറ്റി സ്പിന്നേഴ്സും അവരുടെ പക്കലുണ്ട്. ആദ്യം നമുക്ക് CSKയുടെ കേസ് നോക്കാം. CSK കഴിഞ്ഞ 2 മാച്ചുകളിൽ അത്ര സുഖകരമായിട്ടുള്ള രീതിയിലല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഒരു ഓപ്പണിങ്ങിന്റെ ഒരു കോമ്പിനേഷൻ സെറ്റ് ആവുന്നില്ല. പ്രത്യേകിച്ചും രാഹുൽ ത്രിപാഠിയുടെ ഫോം. രാഹുൽ ത്രിപാഠി ഓപ്പൺ ചെയ്യിക്കുന്നത് തന്നെ കൂടുതൽ പേർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പേഴ്സണലി എനിക്കും രാഹുൽ ത്രിപാഠി ഓപ്പൺ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. കാരണം ഒരു നമ്പർ 3 ബാറ്റ്സ്മാൻ ആണ് ശരിക്കും പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് രാഹുൽ ത്രിപാഠി. അതുപോലെ തന്നെ ചെന്നൈ കൊണ്ടുവരേണ്ട 1-2 മാറ്റങ്ങളുണ്ട്. കോൺവേ ടീമിനുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്ന്. കോൺവേ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ടോപ്പ് ഓർഡർ നന്നായിട്ടൊന്ന് ശക്തിപ്പെടും. കോൺവേയും ഋതുരാജും ഓപ്പൺ ചെയ്യുന്നതാണ് അവരുടെ സക്സസ് മന്ത്ര കഴിഞ്ഞ വർഷത്തെ 2023 അപ്പോൾ അത് അവർ ഫോളോ ചെയ്യുക എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇല്ല, കോൺവേ അവർ ടീമിൻ്റെ കോമ്പിനേഷനുള്ളിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ത്രിപാഠിയെ മിഡിൽ ഓർഡറിലേക്ക് മാറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് ഋതുരാജ് ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്തേ പറ്റും. എങ്കിലും ആ ഒരു ഓപ്പണിങ്ങിലുള്ള പ്രശ്നം, ആ ഒരു പവർ പ്ലേയിൽ റണ്ണ് വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ചെന്നൈക്ക് പരിഹാരം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇവരുടെ മിഡിൽ ഓർഡറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ശിവം ദൂബെ ആ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. അതുപോലെ തന്നെ ആദ്യ 2 മാച്ചിൽ ദീപക് കൂടെ പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ മാച്ചിൽ വിജയ് ശങ്കർ വന്നു. വിജയ് ശങ്കർ ഒരു 6 ഒക്കെ അടിച്ചു, ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു. പക്ഷേ എങ്കിലും ഒരു പെർഫോമൻസ്, ഒരു ഹോപ്പ് തരുന്ന പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ഇനി താഴേക്ക് വരുമ്പോൾ ധോണി ഇങ്ങനെ വലിഞ്ഞിറങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു ടീമിന് വേണ്ട സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ബി ഹീറ്റർ ഇവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മിഡിൽ ഓർഡറിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോഴാണ് ഈ ഓവർടൺ കഴിഞ്ഞ മാച്ചിൽ ഉള്ളിലേക്ക് വരുന്നത്. ഇപ്പോൾ കോൺവേ കളിക്കുന്നുണ്ടെങ്കിൽ ഓവർടണിന് കളിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരു കോൺവേ ടോപ്പ് ഓർഡറിൽ കൊണ്ടുവന്നിട്ട് ആ ടോപ്പ് ഓർഡർ ശക്തിപ്പെടുത്തിയിട്ട് ത്രിപാഠിയെ മിഡിൽ ഓർഡറിലേക്ക് ഒരു നമ്പർ 4, നമ്പർ 5ലേക്ക് കൊണ്ടുവരിക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഓവർടണിനെയാണ് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഋതുരാജ് ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ടോപ്പ് ശക്തിപ്പെടുത്തുക. ഈ 2 കാര്യങ്ങൾ അവർ ചെയ്തേ പറ്റും. ധോണിയുടെ കേസ് നമുക്കറിയാം. പുള്ളിയുടെ ഒരു പ്രായം, ഫിറ്റ്നസ്സും ഒക്കെ പരിഗണിച്ചിട്ട് ഒരു ലോങ് ഇന്നിങ്സ് ഒന്നും പുള്ളി കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഉള്ളതുപോലെ തന്നെ ഒരു അവസാന സമയങ്ങളിലൊക്കെ പുള്ളി ബാറ്റിങ്ങിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധോണി ഇല്ലാതെ തന്നെ ഒരു പ്ലാൻസ് ഇവർക്ക് ഉണ്ടാക്കേണ്ടി വരും മിഡിൽ ഓർഡറിൽ മാച്ച് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ചെന്നൈയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം ഇവർക്ക് കാണുന്നില്ല. കാരണം ഇവരുടെ ഖലീൽ അഹമ്മദ് നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ നൂർ അഹമ്മദ് നല്ല ബ്രേക്ക് ത്രൂസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന സമയങ്ങളിൽ 10 റൺ ഡീസൻ്റ് ആയിട്ട് തന്നെ ബോൾ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ബോളിങ്ങിൽ ഒരു ചെറിയ ഇഷ്യൂ വരുന്നത് അശ്വിൻ്റെയും ജഡേജയുടെയും ഫോമാണ്. അവരുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് അവർ ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് ചെന്നൈ സംബന്ധിച്ച് ഒരു സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഋതുരാജ് ഗെയ്ക്വാഡ് അവരുടെ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്ന രീതി. ഒട്ടും ഇംപ്രസീവ് അല്ലാത്ത ഒരു രീതിയിലാണ് ഋതുരാജ് അവരുടെ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാച്ചുകൾ നോക്കുകയാണെങ്കിൽ അശ്വിനെ പവർ പ്ലേയിൽ ഭയങ്കര ഏർലി ആയിട്ട് കൊണ്ടുപോയി ബോൾ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ജഡേജ കൊണ്ടുവരുന്നത് 12ാമത്തെ ഓവറിലാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ആ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നതിലുള്ള ഒരു കോൺഫിഡൻസ് കുറവ് ഋതുരാജിന് പലപ്പോഴും കണ്ടിട്ടുണ്ട് ക്യാപ്റ്റനായ നാൾ മുതൽ. അതിൽ മെയിനായിട്ട് ഈ പവർ പ്ലേയിൽ സ്പിന്നേഴ്സിനൊക്കെ ഒരുപാട് നേരത്തെ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പവർ പ്ലേയിൽ ഒരു 6th ഓവർ കൊണ്ടുവന്നാൽ മതി സ്പിന്നേഴ്സിന്. അതും നൂർ അഹമ്മദിനെ കൊണ്ടുവന്നാൽ മതി. 6-8 നൂർ അഹമ്മദ് എറിയുകയാണെന്നുണ്ടെങ്കിൽ 7-9 അശ്വിൻ എറിയുകയാണെന്നുണ്ടെങ്കിൽ 10ാമത്തെ ഓവർ തന്നെ ജഡേജയ്ക്ക് ബോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മിഡിൽ ഓവേഴ്സ് ശരിക്കും ജഡേജയും അശ്വിനും കൂടെ ഹാൻഡിൽ ചെയ്യാനും പിന്നീട് ബാക്കിയുള്ള നൂറിൻ്റെ 2 ഓവർ ഒരു 14-15 ആ ഒരു സമയത്ത് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യണമെന്നാണ് എനിക്ക് അവരുടെ ഒരു കഴിഞ്ഞ 2-3 കളി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെനിക്ക് വളരെ ഉപകാരമായിരിക്കും മുന്നോട്ടുള്ള ജേണിയിൽ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഇനി ഡൽഹിയുടെ ബാറ്റിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫാഫ് ഡുപ്ലിസിസ് അവർക്ക് ആ ടോപ്പിൽ കൊടുക്കുന്ന ഒരു പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജേക്ക് ഫേസർമാർക്കും പതിയെ ഒരു ഫോമിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ അഭിഷേക് പൂറൽ, KL രാഹുൽ, അക്സർ പട്ടേൽ എന്നീ പറയുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഒരു സ്ട്രെങ്ത് മിഡിൽ ഓർഡറിൽ അവർക്ക് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റബ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അതായത് ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് സ്റ്റബ്സ്. അതിന് താഴെ അസുതോഷ് ശർമ്മയുടെ പെർഫോമൻസ് ഓൾറെഡി നമുക്ക് കണ്ടു, ഒരു മാച്ചിൽ അടിച്ച് ജയിപ്പിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് വിപ്രാജ് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനെ കൂടെ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ വളരെ സോളിഡും ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് അവരുടെ ബാറ്റിംഗ്. ഇനി ഡൽഹിയുടെ ബോളിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ കളിയിൽ ഒരു തീ പാറുന്ന ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. അതുപോലെ തന്നെ മുകേഷ് കുമാറും അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്ന ബോളറാണ്. അതുപോലെ തന്നെ മോഹിത് ശർമ്മ നല്ല
വേരിയേഷൻസോടുകൂടി മിഡിൽ ഓവേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബോളറാണ്. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ ടോപ്പ് ക്വാളിറ്റി 2 സ്പിന്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റബ്സിന് 1-2 ഓവേഴ്സ് എറിയാൻ പറ്റും. വിബ്രാജിനും അത്യാവശ്യം 2-3 ഓവേഴ്സ് എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ബോളിംഗ് സൈഡും കൂടിയാണ് ഡൽഹി. ഇനി ഈ മാച്ചിൻ്റെ വിന്നിംഗ് ഫാക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ അത്യാവശ്യം റൺ അടിക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് അഗ്രസീവായിട്ട് കളിച്ചൊരു 55 to 65 റൺസ് അടിക്കണം. കാരണം മിഡിൽ ഓവേഴ്സിൽ കുറച്ച് ബുദ്ധിമുട്ടാവും റൺ അടിക്കാനായിട്ട്. അതുകൊണ്ട് മിഡിൽ ഓവേഴ്സിൽ വളരെ സൂക്ഷിച്ച് ഒരു 14 ഓവറുകൾ ബാറ്റ് ചെയ്യും. അധികം വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ ബാറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു 5-6 ഓവറിൽ അത്യാവശ്യം അഗ്രസീവായിട്ട് സ്കോർ ചെയ്താൽ ഒരു 180, 190 എന്ന് പറയുന്നത് നല്ലൊരു സ്കോറാണ് ചെന്നൈയിൽ. അറ്റ്ലീസ്റ്റ് 180 എന്ന് പറയുന്നത് തന്നെ ഒരു വിന്നിംഗ് സ്കോറാണ് ചെന്നൈയിൽ. ഇനി ഒരു ബോളിംഗിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ പവർ പ്ലേയിൽ റണ്ണ് കണ്ടെയ്ൻ ചെയ്യേണ്ടതും അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെ വിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഓവേഴ്സിൽ റണ്ണ് വരാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും. കാരണം സ്പിന്നിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ റൺ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. റണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൊളാപ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്കോറിലേക്കോ ഒതുങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമിൽ ആർക്കും എഡ്ജ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം റീസെൻറ്റ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി ടോപ്പ് നോച്ചാണ്. ഇനി ചെന്നൈയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ കണ്ടീഷനാണ്. അതുമാത്രമല്ല ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ഒക്കെ പോലുള്ള ടീമുകൾക്ക് ഭയങ്കര ബേസാണ്. അവരുടെ ടീം ഇത്രയും വിന്നിംഗ് നാക്ക് അവർക്ക് അറിയാവുന്ന ടീമാണ്. ഇപ്പോൾ നമ്മൾ കൊൽക്കത്ത SRH ആയിട്ടുള്ള മാച്ചിൽ കണ്ട് അവരെങ്ങനെ SRHനെ മുട്ടുകുത്തിച്ചാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇങ്ങനെയുള്ള ടീമുകൾക്കുണ്ടാവും. അവർ ഏത് നിമിഷം അവർ തിരിച്ചു വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈക്കും നമുക്ക് ചാൻസസ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ടീമിനും ഈ ഒരു മാച്ചിൽ ഞാൻ എഡ്ജ് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ച് തന്നെ കാണാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.